ഹലോ ഫ്രണ്ട്സ്, ടിനോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടാണ്. എൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ വരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്രാഫ്റ്റുകളെല്ലാമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ്രിയോൻ്റെ അങ്ങനെ നമുക്ക് കറക്കി കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല രസമുള്ള സാധനമാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ഇത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ചുമ്മാ നമുക്കിങ്ങനെ കറക്കി കളിക്കാം. നല്ല രസമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമ്പോൾ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടൗട്ട് പോലെ എന്നൊക്കെ പറയാം. കട്ടൗട്ടല്ല, എന്നാലും ഒരു ഇതുപോലെ. ഇത് മൈമെലഡീൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് ചുമ്മാ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. പേപ്പർ കൊണ്ട്. നെക്സ്റ്റ് ഐറ്റം ഒരു ബേർഡാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടക്കം ഉള്ള 2-3 വീഡിയോസിൽ പെട്ടതാണിത്. ഇത് നമ്മൾ അടുത്തൊരു ചെയ്തൊരു ക്രാഫ്റ്റാണ് കേട്ടോ, ഞണ്ട്. അപ്പോൾ ഇത് നമ്മൾ പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഞണ്ട്. ഇത് ഒരു തവളയുടെ ഫേസുള്ളൊരു നമ്മൾ ഊതുന്ന പി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ്. നമ്മൾ ഊതിക്കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് വരും. സൗണ്ടൊന്നുമില്ല, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാണ്. എൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമാവും. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഞണ്ടിൻ്റെയും വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി ഉറപ്പായിട്ടും കാണാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ച മൈമെലഡിയുടെ കട്ടൗട്ട് പോലെ പം പ്യൂറിൻ്റെ ഒരു കട്ടൗട്ടാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടില്ല, കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുത്തു വെച്ചു നമ്മുടെ നിന്ന്. ബട്ട് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഇട്ടില്ല. ഇതും മറ്റേത് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കിയാണ്. അതിൻ്റെ പോലത്തെ തന്നെ വീഡിയോ നോക്കി ഉണ്ടാക്കിയ ഇതാണ് ഇതും. നമ്മളിത് ഉണ്ടാക്കണ വേണ്ടിയിട്ടില്ല, എന്നാലും ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ ചില വീഡിയോസിൻ്റെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇത് നമ്മൾ അടുത്ത് ഉണ്ടാക്കിയൊരു മീനാണ്. അപ്പോൾ ഇതും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ലാസ്റ്റ് ഐറ്റം ഒരു ജിഞ്ചർ ബ്രെഡ് മാനാണ്. ഇത് നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.